ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ നമ്മളുടെ KTET എക്സാമിൻ്റെ ഏപ്രിൽ 2024 നടന്ന മാത്തമാറ്റിക്സിൽ സോൾവ്ഡ് പ്രോബ്ലംസിലെ 5ാമത്തെ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ പ്രോബ്ലം ബേസിലെ ലാസ്റ്റത്തെ പാർട്ടാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് തിയറി ഉണ്ട്, ക്വസ്റ്റ്യൻസുകൾ, അതും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ലാസ്റ്റ് വരുന്ന പ്രോബ്ലം ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. In the figure, central angle of arc APB is 120 degree and the central angle of arc MQN is 50 degree. What is the measure of angle C? APB അതേപോലെ തന്നെ MQN. APB MQN എന്ന് പറയുന്ന രണ്ട് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളുകൾ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആംഗിൾ C ആണ്. ഓക്കെ, ഞാൻ ആ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ ഒന്ന് ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളാം. സെൻട്രൽ ആംഗിൾ ഓഫ് APB ഇതാ, APBൻ്റെ സെൻട്രൽ ആംഗിൾ ഇതാ, ഇത് എത്രയാണ്? 120 ആണ്. നമ്മൾ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സെൻട്രൽ ആംഗിൾ 120 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർക്കിളിലുള്ള ആംഗിൾ എത്രയായിരിക്കും? അത് അതിൻ്റെ പകുതി ആയിരിക്കും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AMB ഇതാ, APB എന്ന് പറയുന്ന ആർക്കിൻ്റെ അറ്റത്ത് നിന്നല്ലേ പോണതാ. എന്ന് പോയി M ടച്ച് ചെയ്തു Bയിലോട്ട് വന്നു. എയിൽ നിന്ന് പോയി Nൽ അഥവാ സർക്കിളിൽ ടച്ച് ചെയ്ത് Bയിലോട്ട് വന്നു. ഈ രണ്ട് ആംഗിളുകൾ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും. അപ്പോൾ അത് രണ്ടും 60 എന്ന് കിട്ടി. ഇനി ONC, അടുത്തത് ONC ഇതാ, ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 120 ആയിരിക്കും, കാരണം അതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ. അതേപോലെ തന്നെ OMC, ഇവിടെയും നമുക്ക് 120 കിട്ടും. കാരണം എന്താ? ഇവിടെ 60 ആണ് അല്ലേ. AMB 60 ആവുമ്പോൾ OMC 120 ആവും. അടുത്ത് സെൻട്രൽ ആംഗിൾ ഓഫ് MQN. അപ്പോൾ ഇവിടെ 120 കിട്ടി, ഇവിടെയും 120 കിട്ടി അല്ലേ. ഇനി അടുത്തത് ഒരു മിനിറ്റ്, MQNൻ്റെ സെൻട്രൽ ആംഗിളാണ് പറയുന്നുണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇത്. ഓക്കെ, ആ സെൻട്രൽ ആംഗിൾ 50 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കൂല ഇവിടെ 25. ഓക്കെ, ഇനി ഒന്നുകൂടി പറയാം എന്തിനാണ് ഇതൊക്കെ കണ്ടെത്തിയെന്നുള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് 60 എന്ന് കിട്ടി. സെൻട്രൽ ആംഗിൾ 120 ആയപ്പോൾ ഇവിടെ 60 എന്ന് കിട്ടി, ഇവിടെ നമുക്ക് 60 എന്ന് കിട്ടി. ഈ MQN വെച്ചിട്ട് നമുക്ക് ഇവിടെ 25 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ആംഗിൾ കാണാലോ. ഈ ആംഗിൾ കിട്ടിയാൽ ഓട്ടോമാറ്റിക്കലി ഇപ്പുറത്തെ ആംഗിൾ കണ്ടുകൂടെ അല്ലേ. അപ്പോൾ ഇതും കിട്ടി, ഇത് 120 ആണ്, ഇത് 120 ആണ്. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ ടോട്ടൽ ആംഗിൾ വെച്ചിട്ട് C കണ്ടുകൂടെ. അതിന് വേണ്ടിയിട്ടാണ് ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ MOA, ഈ ആംഗിൾ MOA, ഇതാണ് MOA, ഞാൻ ഈ വരച്ചത് കേട്ടോ. അതേപോലെ തന്നെ NOB, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അത് 180 60 25 കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 60 25 കൂട്ടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 60 25 കൂട്ടുമ്പോൾ 85 കിട്ടും. 180 85 പോയാൽ 95. ഓക്കെ, എത്ര കിട്ടുക? 95 കിട്ടും. ഇനി AOBയും MONഉം 360 95 95 കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഇതിന് ഞാൻ വേറൊരു വഴി കൂടി പറഞ്ഞുതരാം കേട്ടോ. ഇതൊക്കെ ഒന്ന് വായിച്ചട്ടെ. ഇതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ, ഇങ്ങനെയും ചെയ്യാം കേട്ടോ. 360 എടുക്കണമെന്നില്ല, ഞാനിവിടെ 360 എടുത്താൽ ചെയ്തിട്ടില്ല, അല്ലാതെയും ചെയ്യാം നമുക്ക്. 180 ആണ്, ഇതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ, 180 അല്ലേ. അപ്പോൾ 180 ആരെ മൈനസ് ചെയ്യുക? ഈ ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാ? ഇത് എത്രയാ കിട്ടിയേ? 95.
10 5 പോയാൽ 5, ഇവിടെ 7ആണുള്ളത്. 17 9 9 ഇവിടെ ഒന്നും കൊണ്ട് കടക്കും. 9 കഴിഞ്ഞിട്ട് 17 9 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 8 ഉണ്ടാവും. കേട്ടോ, 5 5 10 9 11 18 85. അങ്ങനെയും ചെയ്യുക കേട്ടോ. അതായിരിക്കും ഒന്നുകൂടിയും ബെറ്റർ. ഇവിടെ 360 ഇത് ചെയ്യണം എന്നില്ല കേട്ടോ. ഇങ്ങനെയല്ല, ഇങ്ങനെ ചെയ്തു നിർത്തി കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 95 ഒന്നും കൂടി കേട്ടോ, ഒന്നുകൂടി നോക്കിക്കോ. നമുക്ക് ആൻസർ പെട്ടെന്ന് എഴുതാണ് നമ്മളുടെ ഏറ്റവും ലക്ഷ്യം. ഇപ്പം തന്നെ കുറച്ച് സമയമായില്ലേ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടൈം കൂടുന്നത് കേട്ടോ. നമുക്കിത് പെട്ടെന്ന് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മളുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഇവിടെ 120 അപ്പോൾ ഇവിടെ 60. നമുക്ക് പെട്ടെന്ന് കിട്ടിയല്ലോ 60. അപ്പോൾ ഇവിടെ 60. ഇനി MQNന്റെ സെൻട്രൽ ആംഗിൾ 50 അപ്പോൾ അത് സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ 25. ഇവിടെ 60 ഇവിടെ 120. ഇവിടെ അതേപോലെ തന്നെ 120. ഇനി ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾ കൂട്ടിയാൽ 180. അതിൽ 60 25 ഇവിടെ ഉണ്ട്. 60 25 കൂട്ടിയാൽ 85. ബാക്കി 180 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 95 കിട്ടും. ഇനി ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ആ സ്ട്രൈറ്റ് ലൈൻ 180. 180 95 പോയാൽ ഇവിടെ 85 കിട്ടും. ഓക്കെ, ഇപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലാണ് CMON എന്ന് പറയുന്നത്. 120 120 85. 360 ഇത് 3 കൂടിയും കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. MONC എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററലാണ്. അതിൻ്റെ 3 ആംഗിൾ കൂട്ടിയാൽ നമുക്ക് 360 കിട്ടും. അപ്പം 360 ബാക്കി 3 കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 360 മൈനസ് 325 ആംഗിൾ C = 35 എന്ന് വരും. ഓക്കെ, അപ്പോൾ ആംഗിൾ C = എത്ര കിട്ടും? 35 ഡിഗ്രി എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ഇൻ ദ ഫിഗർ POQ = 90 degree. O is the center of the circle. Coordinate of Q are √3 1. What are the coordinate of P? പിയുടെ കോർഡിനേറ്റ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഈ ചിത്രത്തെ ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് വരച്ചു. ഇവിടുന്ന് Qയിൽ നിന്ന് താഴോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ OAയുടെ നീളമാണ് √3 വരുന്നത് അല്ലെ. X കോർഡിനേറ്റ് ആണ് √3. അപ്പോൾ Oയിൽ നിന്നും Aയിലേക്കുള്ള ദൂരമാണ് √3. Y കോർഡിനേറ്റ് 1 ആണ്. അപ്പോൾ Aയിൽ നിന്നും Qയിലേക്കുള്ള നീളമാണ് 1 എന്ന് പറയണം. ഓക്കെ, ഇനി അത് വെച്ചിട്ട് നമുക്ക് OQന്റെ നീളം കാണാം. ആരുടെ നീളം കാണാം? OQന്റെ നീളം കാണാം. A² + B² = H². H ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയല്ലേ 90 ഡിഗ്രി വരുന്നത്? H ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ √3ന്റെ സ്ക്വയർ + 1ന്റെ സ്ക്വയർ = R². H എന്ന് പറയുന്നത് റേഡിയസ് ആണ് അല്ലെ. Oയിൽ നിന്നും Qയിലോട്ട് പോകുമ്പോൾ അത് റേഡിയസ് അല്ലേ? റേഡിയസ് ആണ്. ഒന്ന് പറയുന്നത് ഒറിജിൻ അല്ലേ. ഇവിടെ ഒറിജിൻ ആണ് സെൻറ്റർ, സർക്കിളിന്റെ സെൻറ്റർ വരുന്നത്. അപ്പോൾ റേഡിയസ് നമ്മൾ കാണാൻ പോകണം. √3ന്റെ സ്ക്വയർ 3 ആണ്. 1ന്റെ സ്ക്വയർ 1 ആണ്. സോ 3 + 1 4 കിട്ടും. 4 √4 2. അപ്പം റേഡിയസ് 2 ആണ്. OQയും 2 ആണ്, OPയും 2 ആണ് കേട്ടോ. OPയും റേഡിയസ് അല്ലേ അല്ലേ. അപ്പോൾ എവിടെ OPയും 2 കിട്ടും. 1:√3:2 അല്ലേ. നമുക്ക് എന്താ വാട്ട് ഈസ് ദ കോർഡിനേറ്റ് ഓഫ് P? 1:√3:2. ഇവിടെ 1ഉം √3യും 2 ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ കോണുകൾ നമുക്ക് കിട്ടിട്ടോ. നോക്കിക്കോ, കോണുകൾ നമുക്ക് കിട്ടി. എങ്ങനെയാണ് കോണുകൾ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? എല്ലാ സൈഡുകളും നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ 1 നമ്മൾ എഴുതി, ഇവിടെ √3 എഴുതി. ഇത് കണ്ടപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടി. 1:√3:2 എന്ന റേഷ്യോ എത്രയാണ്? 30 60 90 1ന്റെ ഓപ്പോസിറ്റ് 30. അപ്പോൾ ഇവിടെ 30. ഓക്കെ, ഇത് 90 അല്ലേ, ഇവിടെ 30 അല്ലേ. അപ്പം ഇനി ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 60. കണ്ടോ? അപ്പോൾ QOA എന്ന് പറയുന്നത് 30, അതാണിത്. POB 60 കിട്ടും. എങ്ങനെ POB 60 കിട്ടിയാൽ മനസ്സിലായില്ലേ? ഒന്നുകൂടി നോക്കിക്കോ. പൈതഗോറസ് തിയറം വെച്ചുകൊണ്ട് നമ്മളിവിടെ 2 എന്ന് കിട്ടി. 1:√3:2 വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആംഗിൾ എത്രയാണ്? 30 60 90 1ന് ഓപ്പോസിറ്റ് ആണ് 30 കിടക്കുക. അപ്പോൾ ഈ ആംഗിൾ ആണ് 30. ഓക്കെ, ഇവിടെ 90 അപ്പോൾ 90 30 എത്രയായി? 120. ബാക്കി ഇനി എത്ര ഉണ്ടാവും? ഈ എക്സ് ആക്സിസ് എന്ന് പറയുന്ന ഒരു ലൈനാണല്ലോ. ബാക്കി ഇനി എത്ര ഉണ്ടാവും?
60 ഉണ്ടാവും 180 ആവാൻ. അങ്ങനെയാണ് POB എന്ത് കിട്ടിയത്? 60 കിട്ടിയത്. ഓക്കെ, ഇനി OQയും OPയും റേഡിയസ് ആണ്. ഇത് രണ്ടും എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ അത് രണ്ടും 2 ആയിരിക്കും. ഇനി POB എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. POBയിൽ ആംഗിൾ POB 60 ആണ്. പിന്നെ ആംഗിൾ B 90 ആണ്. അതാ ഇവിടെ ഇത് 90 ആണ്. അപ്പോൾ മറ്റേ എത്രയായിരിക്കും? 30 ആയിരിക്കും. 30, 60, 90 വരുമ്പോൾ എത്രയാ? 1:√3:2. അതിൽ 90ന്റെ ഓപ്പോസിറ്റുള്ള വാല്യൂ ആണ് നമുക്ക് അറിയാവുന്നത് 2. ഓക്കെ, റേഡിയസ്. അപ്പോൾ 2ന്റെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ √3യുടെ സ്ഥാനത്ത് √3 തന്നെയാണ്. 1ന്റെ സ്ഥാനത്ത് 1 തന്നെയാണ് അല്ലേ? അപ്പോൾ ഇവിടെയാണ് 60 വരുന്നത്. അപ്പോൾ 60ന്റെ ഓപ്പോസിറ്റ് √3. ഇവിടെ √3 തന്നെയാണ്. 30ന്റെ ഓപ്പോസിറ്റ് 1 ആണ്. 1ന്റെ സ്ഥാനത്ത് 1 തന്നെയാണ്. അപ്പം ഇതിന്റെ കോർഡിനേറ്റ് നോക്കിയേ. OBയുടെ നീളം 1 ആണ്. പക്ഷെ ഇത് നെഗറ്റീവ് ആക്സിസിലോട്ട് വന്നതുകൊണ്ട് -1 എന്ന് വരും. 2 ഉണ്ട് -1. വൈയോ അത് പോസിറ്റീവ് ആക്സിസ് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ -1√3. വൈ മുകളിലേക്കല്ലേ കിടക്കുന്നത്? അത് പോസിറ്റീവ് ആണ്. എക്സ് ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ അത് നെഗറ്റീവ് ആവും. അപ്പോൾ -1√3 എന്നാണ് പിയുടെ കോർഡിനേറ്റ് വരിക. -1√3. അടുത്ത്, in triangle PQR, angle Q equal to 90 degree, M is the midpoint of PQ, N is the midpoint of QR. Then MR square plus PN square divided by PR square is equal to. ആദ്യം നമുക്കിത് ഓരോന്ന് കണ്ടുപിടിക്കാം കേട്ടോ. നമുക്ക് തന്നിട്ടുള്ളത് പ്രകാരം N മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ X എന്ന് കൊടുത്തു. M മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ Y എന്ന് കൊടുത്തു. മിഡ് പോയിന്റ് ആയതുകൊണ്ടാണ് ഒരേ മെഷർമെന്റ് കൊടുത്തു കേട്ടോ. M-ഉം N-ഉം മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. M മിഡ് പോയിന്റ് ആയപ്പോൾ Y, N മിഡ് പോയിന്റ് ആയപ്പോൾ X എന്ന് കൊടുത്തു. ആദ്യം ട്രയാങ്കിൾ MQR എടുത്തു. MQR ഈ ട്രയാങ്കിൾ ഇങ്ങനെ MQR ഇതിങ്ങനെ. അതിൽ പൈതഗോറസ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകണം കേട്ടോ. MQ സ്ക്വയർ പ്ലസ് QR സ്ക്വയർ ഇസ് ഈക്വൽ ടു MR സ്ക്വയർ. നമുക്ക് വേണ്ട MR സ്ക്വയർ. MQ എന്ന് പറഞ്ഞാൽ എത്രയാണ്? Y ആണ്. അപ്പോൾ Y സ്ക്വയർ. QR എന്ന് പറഞ്ഞാലോ X പ്ലസ് X 2Xന്റെ സ്ക്വയർ. അപ്പോൾ 4X സ്ക്വയർ. ഓക്കെ, അടുത്ത് PQN എടുത്തു. PN സ്ക്വയർ വേണ്ടേ? PQN ഏതാ? ഇതാണ് PQN. അതിലും നമ്മൾ പൈതഗോറസ് കൊടുക്കാൻ പോവാണ്. PQ സ്ക്വയർ പ്ലസ് QN സ്ക്വയർ ഇസ് ഈക്വൽ ടു PN സ്ക്വയർ. PQ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് PQ. Y പ്ലസ് Y 2Y സ്ക്വയർ. QN X ആണ്, X സ്ക്വയർ. അപ്പോൾ 2Y ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4Y സ്ക്വയർ പ്ലസ് X സ്ക്വയർ വരും. ഓക്കെ, PN സ്ക്വയർ ആയി. അടുത്തത് മെയിൻ ട്രയാങ്കിൾ എടുക്കുക. PQR മെയിൻ ട്രയാങ്കിൾ, വലിയ ട്രയാങ്കിൾ കേട്ടോ. PQR അതിൽ PQ സ്ക്വയർ പ്ലസ് QR സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? PR സ്ക്വയർ ആണ്. PQ എന്ന് പറഞ്ഞാൽ എന്താണ്? 2Y ആണ്. QR എന്ന് പറഞ്ഞാൽ എന്താണ്? 2X ആണ്. അപ്പോൾ 2Y ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4Y സ്ക്വയർ, 2X ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4X സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാലോ. MR സ്ക്വയർ പ്ലസ് PN സ്ക്വയർ ഡിവൈഡഡ് ബൈ PR സ്ക്വയർ. MR സ്ക്വയർ എന്താ? Y സ്ക്വയർ പ്ലസ് 4X സ്ക്വയർ. PN സ്ക്വയർ എന്താ? 4Y സ്ക്വയർ പ്ലസ് X സ്ക്വയർ. ഓക്കെ, ഡിവൈഡഡ് ബൈ 4Y സ്ക്വയർ പ്ലസ് 4X സ്ക്വയർ. നോക്കിയാ, ഇവിടെ ഒരു Y സ്ക്വയർ, ഇവിടെ 4Y സ്ക്വയർ. അപ്പോൾ 5Y സ്ക്വയർ ആയി. ഇവിടെ 4X സ്ക്വയർ, ഇവിടെ ഒരു X സ്ക്വയർ. അപ്പോൾ 5X സ്ക്വയർ ആയി ഇല്ലേ? ദെൻ ഇതിൽ നിന്ന് ഒരു 5നെ പുറത്തെടുക്കുക. ഇതിൽ നിന്ന് രണ്ടൊന്നും ഒരു 4നെയും പുറത്തെടുക്കുക. ഓക്കെ, ഇവിടുന്ന് 5നെ പുറത്തെടുത്താൽ Y സ്ക്വയർ പ്ലസ് X സ്ക്വയർ. ഇവിടുന്ന് 4നെ പുറത്തെടുത്താൽ Y സ്ക്വയർ പ്ലസ് X സ്ക്വയർ. ഈ Y സ്ക്വയർ പ്ലസ് X സ്ക്വയറും Y സ്ക്വയർ പ്ലസ് X സ്ക്വയറും വെട്ടിപ്പോവും. ബാക്കി എന്തുള്ളത്? 5/4. ഓക്കെ, ബാക്കി എന്തുള്ളത്? 5/4. ഓപ്ഷൻ ഏതാ വരിക? D ആണ് വരിക. 5/4 അല്ലേ? 5/4 ഓപ്ഷൻ D 5/4 എന്ന് വരും. ഓക്കെ, നമുക്ക് ആദ്യം ഈ ഓരോ ട്രയാങ്കിൾ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ Y എന്നും ഇവിടെ X എന്നും എടുത്തു. എന്നിട്ട് നമുക്ക് വേണ്ട ഓരോന്നും നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. ആ ട്രയാങ്കിളിന്റെ MR സ്ക്വയർ, അതിനാദ്യം നമ്മൾ ഈ ട്രയാങ്കിൾ എടുത്തു. പിന്നെ PN സ്ക്വയർ, അതിന് ഈ ട്രയാങ്കിൾ എടുത്തു. പിന്നെ PQ സ്ക്വയർ, അതിന് ഈ ട്രയാങ്കിൾ എടുത്തു. എന്നിട്ട് അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് വേണ്ട ആൻസർ നമുക്ക് കിട്ടി. അടുത്ത് 5 × 5 ക്യൂബ് × 5⁵5 etc. 5⁻² equal to 0.04 the whole raised to -18. What number is n?
0.04 റേസ് ടു -18 നമ്മളൊന്ന് മാറ്റാൻ പോവാണ്. 0.04 എന്ന് പറഞ്ഞാൽ എന്താണ്? 4/100 ദ ഹോൾ റേസ് ടു -18 ആണ്. ദെൻ അതിനെ ഞാൻ ഒന്നും കൂടി ഒന്ന് ചെറുതാക്കി 4നെ 4 ആയിട്ട് കട്ട് ചെയ്താൽ 1 കിട്ടും. 100നെ 4 ആയിട്ട് കട്ട് ചെയ്താൽ 25 എന്ന് കിട്ടും. റേസ് ടു -18. ദെൻ 25 എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, ദെൻ ഈ 5നെ ഞാൻ മുകളിലോട്ട് കൊണ്ടുപോയി. 1/5 സ്ക്വയർ മുകളിലോട്ട് വരുമ്പോൾ 5 റേസ് ടു -2 എന്നാവും. ഓക്കെ, ഇത് എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ആണ്. എന്താ എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ? എ റേസ് ടു എം എൻ ആണ്. അപ്പോൾ 5 റേസ് ടു -2 ഇൻറ്റു -18 അത് 5 റേസ് ടു 36 ആയി. ഓക്കെ, എങ്ങനെയാ? 0.04നെ 4/100 ആക്കി. 4/100 എന്ന് പറഞ്ഞാൽ 1/25 ആണ്. 25നെ 5 സ്ക്വയർ ആക്കി. 1/5 സ്ക്വയർ 5 സ്ക്വയർ മുകളിലോട്ട് വരുമ്പോൾ അത് 5 റേസ് ടു -2 ആവും. അഥവാ 1/a റേസ് ടു എമ്മിലെ എ റേസ് ടു എം മുകളിലോട്ട് വരുമ്പോൾ അതെന്താവും? എ റേസ് ടു -m ആവും അല്ലേ? അപ്പോൾ 1/5 സ്ക്വയർ മുകളിലോട്ട് വരുമ്പോൾ എന്താവും? 5 റേസ് ടു -2 ആവും. ദെൻ 5 റേസ് ടു -2 ദ ഹോൾ റേസ് ടു -18 എന്ന് വരുമ്പോൾ എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ. എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു എം എൻ ആണ്. അത് പ്രകാരം 5 റേസ് ടു -2 ദ ഹോൾ റേസ് ടു -18 എന്ന് പറയുന്നത് 5 റേസ് ടു -2 ഇൻറ്റു -18 അഥവാ 5 റേസ് ടു 36. ഇനി നമ്മളുടെ ഇക്വേഷൻ നമ്മൾ എടുത്തു. ഓക്കെ, 5 റേസ് ടു 1, 5 റേസ് ടു 3, 5 റേസ് ടു 5 എക്സെട്രാ റേസ് ടു 5 റേസ് ടു 2n-1. എല്ലാത്തിലും 5 ഇല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇൻറ്റു എ റേസ് ടു എൻ അങ്ങനെ പോകാണല്ലോ. അപ്പോൾ എ റേസ് ടു എം പ്ലസ് എൻ പ്ലസ് അങ്ങനെ ഓരോന്ന് പ്ലസ് ചെയ്ത് പോകും. അപ്പോൾ 5 റേസ് ടു 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് എക്സെട്രാ പ്ലസ് 2 റേസ് ടു 2n-1. ഓക്കെ, രണ്ടു കൊടുത്തതേയും 5നെ ഞാൻ കളഞ്ഞു. പവറുകൾ ഈക്വൽ ആക്കിയിട്ട് എടുത്തു. ബേസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ പവറും ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ പഠിച്ചാണ്. എക്സ്പോണന്റ്. ഓക്കെ, ബേസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എക്സ്പോണന്റ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എക്സ്പോണന്റുകളെ മാത്രം എടുത്തു. 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് എക്സെട്രാ പ്ലസ് 2n-1 ഇസ് ഈക്വൽ ടു 36. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് 1 3 5 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്ര ടേം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. 2n-1 ടേം ആണുള്ളത്. ഞാനിതിന് സമ്മ് കാണാനുള്ള ഇക്വേഷനിൽ കൊടുത്തു. എന്താ? n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. അത് ഈക്വൽ ടു എത്രയാണ്? 36 ആണ്. എല്ലാം കൂട്ടുമ്പോൾ 36 ആണല്ലോ കേട്ടോ. അപ്പോൾ n/2 ഇൻറ്റു ആദ്യ പദം 1 ആണ്. അവസാന പദം 2n-1 ആണ്. ഈ 1ഉം 1ഉം എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ദെൻ n/2 ഇൻറ്റു 2n, 2ഉം 2 എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. n സ്ക്വയർ ഇസ് ഈക്വൽ ടു 36. ദെൻ n ഈക്വൽ ടു √36 അഥവാ n ഈക്വൽ ടു 6. ഓപ്ഷൻ ഡി n ഈക്വൽ ടു 6 എന്ന് കിട്ടും. n ഈക്വൽ ടു 6 എന്ന് കിട്ടും. Then ABCD is a square and APQC is a rectangle. B is a point on PQ. AC equal to 6 cm. What is the length of AP? എസിയും പി ക്യൂ അത് ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസറിന് എഴുതിയാണ് കേട്ടോ. എസിയും പി ക്യൂയും ഈക്വൽ ആണ്. അപ്പോൾ അത് രണ്ടും 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി സി ക്യൂവും എ പിയും ഈക്വൽ ആണ്. എ സി ഡയഗണൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയഗണൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സൈഡിനെ √2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഡയഗണൽ കിട്ടുക. സൈഡിനെ √2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഡയഗണൽ കിട്ടുക. ഓക്കെ, അത് സ്ക്വയറിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. സൈഡിനെ √2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഡയഗണൽ കിട്ടുക. അപ്പോൾ ഡയഗണൽ 6 ആണ്. സൈഡാണ് ഇനി കാണേണ്ടത്. അപ്പോൾ സൈഡ് 6/√2 വരും. സൈഡ് എത്ര വരും? 6/√2 വരും. ദെൻ 6/√2 എന്ന് പറഞ്ഞാൽ 6നെ നമുക്ക് 3 × 2 എന്നാക്കാലോ. 2നെ എങ്ങനെ എഴുതാം? √2 × √2 എന്ന് എഴുതാം. ഓരോ √2 ക്യാൻസൽ ആയി പോകും. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 3√2. ഒരു സൈഡ് എത്രയാണ്? 3√2. ഓക്കെ, ഇനി എ ബിയും ബി സിയും ഈക്വൽ ആണ്. രണ്ടും 3√2 ആണ് വരിക. ഇനി ഇവിടെ ഈ പി ബി 3 ആണ് വരിക കേട്ടോ. പി ബി 3 ആണ് വരിക. അതെങ്ങനെ വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എ ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പി സ്ക്വയറും പി ബി സ്ക്വയറും കൂടിയും കൂട്ടുന്നതാണ് അല്ലേ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി ബി സ്ക്വയർ എന്തായിരിക്കും? പി ബി കാണുന്നത് എ ബി സ്ക്വയറിൽ നിന്ന് എ പി സ്ക്വയർ മൈനസ് ചെയ്യണം. എ ബിക്ക് പകരം നമുക്ക് ബി സി കൊടുക്കാലോ. എ പിക്ക് പകരം നമുക്ക് സി ക്യൂവും കൊടുക്കാലോ. കണ്ടോ? എ ബിക്ക് പകരം ബി സിയും കൊടുക്കാം, എ പിക്ക് പകരം സി ക്യൂവും കൊടുക്കാം. അപ്പോൾ ബി സി സ്ക്വയർ മൈനസ് സി ക്യൂ സ്ക്വയർ അതെന്താണ്? ബി ക്യൂ സ്ക്വയർ ആണ് അല്ലേ? ബി ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി പി സ്ക്വയർ എന്ന് വരും. അപ്പോൾ ബി ക്യൂ ഈക്വൽ ടു പി ബി. അതെങ്ങനെ വന്നു എന്നുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് പറയാം ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണെന്നുള്ളത്. കാരണം ഇവിടെ 6 ആണ്.
അതേ ലെങ്ത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇത് സ്ക്വയറിന്റെ രണ്ട് സൈഡുകളാണ്. അപ്പോൾ ഈ പോയിന്റ് ഓട്ടോമാറ്റിക്കലി എന്താവും? മിഡ് പോയിന്റ് ആവും. അത് മിഡ് പോയിന്റ് ആയത് എങ്ങനെയാന്നുള്ളതാണ് ഇവിടെ ഈ പറയുന്നത് കേട്ടോ. ദെൻ ബി ഈസ് ദ മിഡ് പോയിന്റ്. അപ്പോൾ ബി പിയും ബി ക്യു ഇവിടെ 3 3 എന്ന് കിട്ടും. ഇനി എ ബി സ്ക്വയർ ഈക്വൽ ടു എ പി സ്ക്വയർ പ്ലസ് പി ബി സ്ക്വയർ. 3√2 സ്ക്വയർ എ പി സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് വരും. 3 സ്ക്വയർ 9, √2 സ്ക്വയർ 2, ദെൻ 18 മൈനസ് 9 എ പി സ്ക്വയർ ഈക്വൽ ടു 18 9 പോയാൽ 9 എ പി √9 3 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ഇത് ഒരുപാട് ചെയ്തു അല്ലേ. ഇത് കുറേ ചെയ്യാതെ ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിയാണ് കേട്ടോ. ഞാൻ ടൈപ്പ് ചെയ്ത് ഏതായാലും വെച്ചല്ല, അതൊന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇത് കുറേ ചെയ്യാതെ നമ്മൾ എങ്ങനെ പെട്ടെന്ന് ആൻസർ ചെയ്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് എപ്പോഴും പെട്ടെന്ന് ആൻസർ ചെയ്യാന്നുള്ള രീതിയല്ലേ വേണ്ടി. ഇവിടെ നോക്കിക്കോ, എ സി 6 ആണ്, പി ക്യു എന്താണ് 6 ആണ്, ബി മിഡ് പോയിന്റ് ആണ് കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ 3 3. ബി മിഡ് പോയിന്റ് ആണെന്നുള്ളതും നമ്മൾ ഇതേപോലെ തെളിയിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 3 3 എന്ന് വരും. ഇനി ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ്, സ്ക്വയറിന്റെ സൈഡ് ആയതുകൊണ്ട്. അപ്പോൾ ഒരു സൈഡ് 6/√2 എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൈഡ് എത്രയാണ്? 6/√2 എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ട്രയാങ്കിൾ മാത്രം എടുക്കുക. എ പി അല്ല നമുക്ക് കണ്ടേ. ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ പൈതഗോറസ് അപ്ലൈ ചെയ്താൽ മതി. ഹൈപ്പോട്ടനസിന്റെ സ്ക്വയറിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. ഹൈപ്പോട്ടനസ് എന്താണ്? 6/√2. അതിന്റെ സ്ക്വയറിൽ നിന്ന് ആരെ മൈനസ് ചെയ്യുക? ഒരു സൈഡാണുള്ളത്, ആ സൈഡ് മൈനസ് ചെയ്ത് നമുക്ക് മറ്റേ സൈഡ് കിട്ടും. അങ്ങനെയാണല്ലോ. ഹൈപ്പോട്ടനസിന്റെ സ്ക്വയറിൽ നിന്ന് ഒരു സൈഡ് മൈനസ് ചെയ്ത് നമുക്ക് മറ്റേ സൈഡല്ലേ കിട്ടുക. അതാണോ? ഹൈപ്പോട്ടനസിന്റെ സ്ക്വയറിൽ നിന്ന് ഒരു സൈഡ് മൈനസ് ചെയ്താൽ മറ്റേ സൈഡ് കിട്ടും. 6ന്റെ സ്ക്വയർ എത്രയാ? 36. √2ന്റെ സ്ക്വയർ എത്രയാ? 2. 3ന്റെ സ്ക്വയർ എത്രയാ? 9. 36ന്റെ പകുതി എത്രയാ? 18. അപ്പൊ 18 മൈനസ് 9 എത്ര കിട്ടും? 9. ഇത് ആ സൈഡിന്റെ സ്ക്വയർ ആണ്. ഇനി ഇതിന്റെ റൂട്ട് എടുക്കണം. 9ന്റെ റൂട്ട് എത്രയാ? 3. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും ടൈപ്പ് ചെയ്ത് ഞാൻ ഏതായാലും പറഞ്ഞു എന്നുള്ളൂ. ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, ഒന്നുകൂടിയും പറയാം. ഇവിടെ 6 വരും. അപ്പോൾ ഒരു സൈഡ് നമ്മളിവിടെ കണ്ടെത്തിയതാണ്, അത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. 6/√2. അതിനെ ചെറുതാക്കണമെന്നൊന്നുമില്ല. ഇവിടെ ഒരു സൈഡ് 6/√2 വരും. ഓക്കെ, ഇത് ബി മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ 3 3 വരും. പിന്നെ പൈതഗോറസ് അപ്ലൈ ചെയ്യാം. ഓക്കെ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ. അപ്പോൾ അതിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എച്ച് സ്ക്വയറിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ 6/√2 6/√2ന്റെ സ്ക്വയറിന്ന് 3ന്റെ സ്ക്വയർ മൈനസ് ചെയ്യണം. 6ന്റെ സ്ക്വയർ 36, √2ന്റെ സ്ക്വയർ 2 ആണ്, 3ന്റെ സ്ക്വയർ 9 ആണ്, 36/2 18 ആണ്. 18 മൈനസ് 9 9 കിട്ടും. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 3 കിട്ടും. റൂട്ട് എടുക്കണമല്ലോ, റൂട്ട് എടുക്കണ്ടേ? റൂട്ട് എടുക്കുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. ആൻസർ ആയില്ലേ? പെട്ടെന്ന് ആൻസർ ചെയ്യാലോ. ഓക്കെ, ഇത് ഞാനൊന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് അതിൽ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ ഈ മെത്തേഡിൽ ചെയ്താൽ മതി കേട്ടോ. അടുത്ത് 116ാമത്തെ ചോദ്യം വരുന്നത് എങ്ങനെയാണ്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ബേസ് റേഡിയസ് ആൻഡ് സ്ലാന്റ് ഹൈറ്റ് ഓഫ് എ കോൺ മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് ഓഫ് എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി? ബേസ് റേഡിയസും സ്ലാന്റ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ബേസ് റേഡിയസും സ്ലാന്റ് ഹൈറ്റും വരുന്നത് എന്താണ്? R/R ആണ്. അഥവാ സർക്കിളിന്റെ റേഡിയസ് ആണ് Lന് ഈക്വൽ. ഇത് രണ്ടും ഈക്വൽ ആണ്. സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് R ഈക്വൽ ആണ്. R/R ഈക്വൽ ടു x/360. R എന്ന് പറയുന്നത് Lന് ഈക്വൽ ആണ്. സോ R/L ഈക്വൽ ടു സെൻട്രൽ ആംഗിൾ ആണ് X, അത് 60. 6 0 0 വെട്ടിപ്പോവും. 6ൽ 6 ഒരു പ്രാവശ്യം, 36ൽ 6 പ്രാവശ്യം. അപ്പോൾ 1:6 എന്ന് കിട്ടും. ഓപ്ഷൻ സി 1:6 എന്ന് കിട്ടും. ഇനി ഇൻ ദ ട്രയാംഗിൾ ആംഗിൾ ABC, angle A equal to 120, AB equal to AC equal to 10, what is the length of BC? നേരെ അങ്ങോട്ട് കട്ട് ചെയ്യുക. 30 60 120 നേരെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 60 വരും, 30 വരും, 90 വരും. ഇവിടെയും 10 ആണല്ലോ അല്ലേ? അപ്പോൾ 90ന്റെ ഓപ്പോസിറ്റ് 10 ആണ്. 30 60 90 വന്നു കഴിഞ്ഞാൽ റേഷ്യോ എത്ര? 1:√3:2 ആണ്. അതിൽ 2ന്റെ സ്ഥാനത്താണ് 10. അപ്പോൾ 1ന്റെ സ്ഥാനത്ത് എത്രയാ?
5. √3യുടെ സ്ഥാനത്ത് എത്രയാ? 5 √3. നമുക്ക് ആരെയെ കാണാൻ പറഞ്ഞുള്ളത്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BC എന്നാണ്. 60ന്റെ ഓപ്പോസിറ്റ് ആണ് ആര് കിടക്കുന്നത്? √3 കിടക്കുന്നത്. √3യുടെ സ്ഥാനത്ത് 5 √3. അപ്പോൾ ഇവിടെ 5 √3 വരും. ഇവിടെ എന്തായിരിക്കും? 5 √3 കാരണം ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിളിന്റെ ബേസ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഐസോസിലസ് ട്രയാങ്കിളിന്റെ ബേസ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 5 √3 + 5 √3 10 √3. ഓപ്ഷൻ ബി 10 √3 വരും. ഓക്കെ, ദെൻ അടുത്ത് AB is the diameter of the circle x square plus y square is equal to 25. Coordinate of A are 3, 4. Which are the coordinate of B? ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ. സെൻറ്റർ ഒറിജിനിലായി വരുന്ന സർക്കിളിൻ്റെ ഇക്വേഷനാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പോൾ ഈ സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയാണ്? ഒറിജിനിലാണ്. ഓക്കെ, ഇവിടെ റേഡിയസ് 25, ആർ സ്ക്വയർ ആണ് 25, അപ്പോൾ ആർ 5 ആണ്. റേഡിയസ് ഒന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല. സെൻറ്റർ എവിടെയാണ്? ഒറിജിനിലാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു സർക്കിൾ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോ, ഇതാ സെൻറ്റർ ഒറിജിനിലാണെന്നുണ്ടെങ്കിൽ ഇത് സർക്കിളിൽ ഒരു പോയിന്റ് ആണ് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ -3 -4 എന്ന് ഒറിജിനിലൂടെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഒരു പോസിറ്റീവ് പോയിന്റിൽ അവിടെ വരച്ചൂടെ? അപ്പോൾ 3 എക്സിൽ 3ഉം എക്സിൽ 4ഉം ആയിട്ട് കണ്ടോ. ഈ 3, 4 ആണ് നമുക്ക് എവിടെ വന്നിട്ടുള്ളത്? സോറി, -3 -4 അതിൻ്റെ ആൻസർ ആയിരുന്നു കേട്ടോ. 3, 4 സർക്കിളിൽ ഒരു പോയിന്റ് ആണ്. 3, 4 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെൻറ്റർ കൂടെയാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ നേരെ ഒരു ഇമേജ് എന്നുള്ള രീതിയിൽ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഒരാളുണ്ടാവും അല്ലേ? കാരണം സെൻറ്റർ ഒറിജിനാണ്. സെൻറ്റർ എന്താണ്? ഒറിജിനാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഒരാളുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ -3 -4 നമ്മൾ എടുത്ത്. ഓക്കെ, എന്തുകൊണ്ടാണ് -3 -4 എടുത്തത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് സർക്കിളിൻ്റെ അഥവാ നമ്മളുടെ സർക്കിളിൻ്റെ ഇക്വേഷനാണ്. ഒറിജിൻ എവിടെയായിരിക്കും? സെൻറ്റർ എവിടെയായിരിക്കും? ഒറിജിനിലായിരിക്കും. സെൻറ്റർ എവിടെയായിരിക്കും? ഒറിജിനിലായിരിക്കും. ഒറിജിനിലാണ് സെൻറ്ററിലെങ്കിൽ സർക്കിളിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അതിൻ്റെ നെഗറ്റീവ് നമ്പറുകളും ഉണ്ടാവും. അപ്പോൾ 3, 4ന് ഓപ്പോസിറ്റ് -3 -4 ഉണ്ടാവും. ഇൻ ദ ഫിഗർ ആംഗിൾ QPS ഈക്വൽ ടു ആംഗിൾ SPR. QPS SPR ഇത് രണ്ട് ഈക്വൽ ആണ്. PR ഈക്വൽ ടു 16, PQ ഈക്വൽ ടു 18. വാട്ട് വിൽ ബി ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ PQR? ട്രയാങ്കിൾ PQRൻ്റെ ഏരിയയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊരു തിയറി ഉണ്ട്, ആ തിയറി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗിവൺ ദാറ്റ് QPSഉം SPRഉം ഈക്വൽ ആണ്. അഥവാ PS എന്ന് പറയുന്നത് ആംഗിൾ ബൈസെക്ടർ ആണ്. ഒരു ട്രയാങ്കിളിൽ ദ ആംഗിൾ ബൈസെക്ടർ ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദ അഡ്ജസൻറ്റ് സൈഡ്. അതായത് ആംഗിൾ ബൈസെക്ടർ ഓപ്പോസിറ്റ് സൈഡിനെ മറ്റ് രണ്ട് സൈഡിന്റെ റേഷ്യോയിലാണ് കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ QSഉം SRഉം കട്ട് ചെയ്യുന്ന റേഷ്യോ എത്രയായിരിക്കും? 12:16 ആയിരിക്കും. ഓക്കെ, PQ/PR എന്ന് പറയുന്നത് QS/SRന് ഈക്വൽ ആയിരിക്കും. അതാണ് ആംഗിൾ ബൈസെക്ടർ സൈഡുകളുടെ റേഷ്യോവും ഓപ്പോസിറ്റ് സൈഡുകളുടെ റേഷ്യോവും സെയിം ആക്കും. അപ്പോൾ PQയും PRഉം 12/16 ആണ്. അപ്പോൾ അതിന് ചെറുതാക്കുമ്പോൾ 6/8, വീണ്ടും ചെറുതാക്കി 3/4 കിട്ടും. ഓക്കെ, ഇനി ഒരു ട്രയാങ്കിളിന്റെ ദ ലൈൻ ഡ്രോൺ ഫ്രം വൺ വെർട്ടെക്സ് ടു ദ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ദ സൈഡ് ആൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇൻ ദ സെയിം റേഷ്യോ. ഒരു ട്രയാങ്കിളിന്റെ സൈഡിനെ ഒരു ട്രയാങ്കിളിന്റെ ഒരു മൂലയിൽ നിന്നും അതിന്റെ എതിർവശത്തേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് സൈഡിനെയും ട്രയാങ്കിളിന്റെ ഏരിയനെയും ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യും. അപ്പോൾ QS/SR എന്ന് പറയുന്നത് ഇതാണല്ലോ, QS/SR. അത് ഈ ലൈന് കട്ട് ചെയ്താണ്. അതിൻ്റെ റേഷ്യോവും ഈ ട്രയാങ്കിളുകളുടെ ഏരിയയുടെ റേഷ്യോയും സെയിം ആയിരിക്കും. QS/SR എന്ന് പറയുന്നത് 3/4 ആണ്. PQS 18 ആണ്. ഇതിൽ നിന്ന് PSR കാണാലോ, ക്രോസ് ചെയ്യുക. 18 × 4. ഈ 3നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി ഗുണിക്കാനുള്ള 3 ഇപ്പുറം വരുമ്പോൾ ഹരിക്കാനാവും. 18/3നെ കട്ട് ചെയ്യാനാണ് കേട്ടോ. 18നെ 3നെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. 6 × 4 24. അപ്പോൾ PSR 24. ഇത് 24ഉം ഇത് 18ഉം. ഇനി അത് രണ്ടും ആഡ് ചെയ്താൽ മതി, 42 കിട്ടും. ഓപ്ഷൻ ബി 42 കിട്ടും. Then last question, O is the point inside the triangle OPC, angle OCA. The angle ഈ തുല്യമായിട്ടുള്ള ആംഗിളുകളൊക്കെ തോന്നിട്ടുണ്ട് കേട്ടോ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് BOC എന്നാണ് പറഞ്ഞിട്ടുള്ളത്. OBAയും OCBയും ഈക്വൽ ആണ്. അതിനെ ഞാൻ X എന്ന് എടുത്തു. OBAയും OCBയും ഇതിനെ ഞാൻ X എന്ന് എടുത്തു. മറ്റേതിനെ ഞാൻ Y എന്ന് എടുത്തു.
ഓക്കെ. അപ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OBAയും OBCയും കൂട്ടുന്നതാണ്. ഇത് മുഴുവനായിട്ട് കേട്ടോ, ഈ രണ്ട് ആംഗിൾ കൂട്ടുന്നതാണ്. ഇനി ആംഗിൾ സി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂട്ടുന്നതാണ് അല്ലേ. അപ്പോൾ ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ x+y ആണ്. ആംഗിൾ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OCBയും OCAയും കൂട്ടുന്നതാണ്, അതും x+y തന്നെയാണ്. നമ്മൾ ട്രയാങ്കിൾ ABC എടുക്കണം കേട്ടോ. ട്രയാങ്കിൾ ABCയിൽ ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C 180 ആണ്. ആംഗിൾ A 50 ആണ്. ആംഗിൾ B x+y ആണ്. ആംഗിൾ സിയും x+y ആണ്. ഓക്കെ. അപ്പോൾ 2x 2y, ഈ 50നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ 180 50 പോയാൽ 130 കിട്ടും. ഈ ഒരു 2നെ പുറത്തെടുത്തു. അപ്പോൾ 2 × x+y, അതിൽ നമുക്ക് x+y കിട്ടും. x+y എന്ന് പറഞ്ഞാൽ 130ന്റെ പകുതി 65. എക്സും വൈയും കൂട്ടിയാൽ എത്രയാണ്? 65 ആണ്. ഇനി നമ്മൾ ഉള്ളിലുള്ള ട്രയാങ്കിൾ OBC എടുക്കുക കേട്ടോ. എടാ OBCയിലെ 3 കോണ് കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടണ്ടേ? നോക്കിയേ, BOC പ്ലസ് OBC പ്ലസ് OCB. OBC എന്ന് പറയുന്നത് എത്രയാണ്? OBC y ആണ്. OBC എന്താണ്? y ആണ്. OCB എന്താ? x. അപ്പോൾ അവിടെ x+y എന്ന് വന്നില്ലേ അല്ലേ? x+y എത്രയാണ്? 65 ആണ്. അപ്പോൾ 165 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? മൈനസ് ആവും. 180 65 പോകുമ്പോൾ 115. ഓപ്ഷൻ ബി 115 എന്ന് കിട്ടും. കണ്ടോ? ഓക്കെ. ഇത്രയും പ്രോബ്ലം ക്വസ്റ്റ്യൻസുകളാണ് മെയിനായിട്ട് നമുക്ക് 2024 ചോദിച്ചിട്ടുള്ളത്. ഈ പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്നത്. ഇത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തു പോവുക. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത മാസമാണ് നമ്മളുടെ എക്സാം വരുന്നത്. നവംബർ നോട്ടിഫിക്കേഷനിൽ എക്സാം ജനുവരി 18-19 ആയിട്ടാണ് നമുക്ക് വരുന്നത് 2025. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമുക്ക് 2024 ചോദിച്ചിട്ടുള്ള കുറച്ച് പെഡഗോജി ക്വസ്റ്റ്യൻസുകളുണ്ട്, അത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നോക്കാം. ഓക്കെ, സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ദെൻ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോകളുടെ പ്ലേലിസ്റ്റുകളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങളത് പോയി കാണാം. കേട്ടിട്ടിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സിലബസ് ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ഉണ്ട്. സിലബസ് ബേസ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ PYQ ഉണ്ട്, സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, ഇതൊക്കെ ഉണ്ട്. എല്ലാം നിങ്ങൾ പോയി വാച്ച് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ആൻഡ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സി യു സൂൺ. ഓക്കെ, അതേപോലെ കേട്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ മാത്സ് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് സി യു സൂൺ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.